Hi friends, welcome back to AFWORLD. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മക്ക എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ചും അതിൻ്റെ കുറച്ച് നിഗൂഢതകളും അതേപോലെ തന്നെ കഅബ എന്ന് പറയുന്ന ആ ഒരു സമചതുര രൂപത്തിലുള്ള ബിൽഡിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് എന്താണുള്ളത്, അതേപോലെ തന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട എന്ന് പറയുന്ന രണ്ട് കല്ലുകളുണ്ട് നമ്മുടെ ഈ മക്കയിൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഈ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്കൊട്ട് സമയം കളയാതെ നമ്മുടെ വീഡിയോ ഇട്ട് ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു റിലീജിയസ് ആയിട്ടുള്ള വീഡിയോ അല്ല, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മക്കയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഹജ്ജിനെ കുറിച്ചൊന്ന് പറയാം. കാരണം ഇപ്പോൾ ഹജ്ജിൻ്റെ ഒരു സീസണാണല്ലോ, ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ മക്കയിലേക്ക് ഈ ഒരു ഹജ്ജ് ഉദ്ദേശിച്ച് യാത്ര പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഹജ്ജ് എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയാം. ഇസ്ലാം മതം എന്ന ഒരു സൗധം നിലനിൽക്കുന്നത് 5 സ്തംഭങ്ങളുടെ മേലാണ്. അതിൽ 5ാമത്തേതാണ് ഈ പറഞ്ഞ ഹജ്ജ് എന്നുള്ളത്. അപ്പോൾ വെറും ഒരു സന്ദർശനം എന്നുള്ള രീതിയിലല്ല, അതിൽ വേറെ ഒരുപാട് പ്രവർത്തനങ്ങളും ചില കർമ്മങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് മെയിനായിട്ട് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദേശിച്ച് ചെല്ലുക എന്നുള്ളതാണ് ഈ ഒരു ഹജ്ജിന്റെ മെയിൻ ആയിട്ടുള്ള മീനിങ്. ഈ ഒരു മക്ക എന്ന് പറയുന്ന പ്രദേശം വളരെയധികം പോപ്പുലർ ആവാൻ കാരണമായിട്ടുള്ളതിൽ ഒരു കാരണമാണ് നമ്മുടെ ഈ പറഞ്ഞ ഹജ്ജ്. അപ്പം എന്താണ് നമുക്ക് നമ്മുടെ മക്ക എന്ന് പറയുന്ന ആ ഒരു നഗരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് നോക്കാം. ഏകദേശം 4000 വർഷം പഴക്കമുണ്ട് നമ്മുടെ ഈ ഒരു മക്ക എന്ന് പറയുന്ന സ്ഥലത്തിന്. അപ്പോൾ ഇങ്ങനൊരു നഗരം അവിടെ രൂപപ്പെടുന്നത് കാരണമായത് സംസം വെള്ളം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വെള്ളമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കുറേ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു സംസം വെള്ളം ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നതിന് മുന്നേ ഇത് മുഴുവനായിട്ടും ഒരു മരുഭൂ പ്രദേശമായിരുന്നു. ആളുകളൊക്കെ യാത്ര ചെയ്യാൻ പോലും മടിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ ഒരു മക്ക എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് ആളുകൾ ഇതിനെ വിളിച്ചിരുന്നത് ബക്ക എന്നായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 300 മീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു മക്ക എന്ന് പറയുന്ന ഒരു പ്രദേശം ഉള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റി മുഴുവനായിട്ടും ഈ ഒരു മക്ക എന്ന് പറയുന്ന സിറ്റി മുഴുവനായിട്ടും ചുറ്റപ്പെട്ട് കിടക്കുന്നത് ആ ഒരു പള്ളി അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ആ ഒരു കഅബൊക്കെ ഉള്ളൊരു പള്ളിയാണ് മെയിനായിട്ട് ഈ ഒരു നഗരം അല്ലെങ്കിൽ ഒരു സിറ്റി മുഴുവനായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വർഷത്തിൽ സന്ദർശിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ഒരു മക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഹജ്ജാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഉംറ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഹജ്ജിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉംറ എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഉദ്ദേശിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു മക്കയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഈ ഒരു മക്ക എന്ന് പറയുന്ന സ്ഥലത്തെ മെക്ക എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ അതിനുള്ളൊരു കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ആളുകൾ ഒന്നായിട്ട് ഒഴുകി എത്തുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ആളുകൾ ഒന്നായിട്ട് ആകർഷിക്കപ്പെടുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഈ ഒരു മക്ക മെക്ക എന്ന് പറയുന്ന ഒരു വാക്ക് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മക്ക എന്ന് പറയുന്ന സ്ഥലം ഭൂമിയുടെ മധ്യമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പണ്ടൊരിക്കൽ ഇതുപോലെ ഒരു സമയത്ത് ഈ ഒരു കഅബക്ക് തീരെ നിഴലില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഏതൊരു ബിൽഡിംഗ് ആണെങ്കിലും അതിനൊരു നിഴലുണ്ടാവുമല്ലോ. അപ്പോൾ പണ്ടൊരിക്കൽ ഇതുപോലെ ഈ ഒരു കഅബക്ക് തീരെ നിഴലില്ലാതെ കറക്റ്റായിട്ടൊരു ഭൂമിയുടെ സെന്റർ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു മക്കയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലം ഇത്രയും അധികം പോപ്പുലർ ആവാൻ അല്ലെങ്കിൽ ഇത്രയും അധികം അറിയപ്പെടാൻ കാരണമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഹജ്ജാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് നബി, പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ജനിച്ചതും നബിയുടെ ജീവിതത്തിന്റെ ഒരു 3/4 ഭാഗവും ചെലവഴിച്ചിട്ടുള്ളതും ഈ ഒരു മക്കയിൽ നിന്നായിരുന്നു. ഏകദേശം 53 വർഷത്തോളം നബി ഈ ഒരു മക്ക എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ജീവിച്ചിരുന്നത്. അതിനുശേഷമാണ് തൊട്ടടുത്തുള്ള മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് പോകുന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ എന്ന് പറയുന്നത് 1.5 മില്യൺ to 2 മില്യൺ ആണ്. അതായത് 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണ് ഇവിടുത്തെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു ഹജ്ജിന്റെ സീസൺ ആവുമ്പോൾ ഒന്നായിട്ട് ഒരൊറ്റ അടിക്ക് നേരെ ഒന്ന് കൂടുന്നുണ്ട്. ഏകദേശം 4.5 മില്യൺ, ഏകദേശം 45 ലക്ഷം ആളുകളാണ് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരിക്കുക, ഈ ഒരു ഹജ്ജിന്റെ സമയത്ത് മക്കയിൽ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള 2 ബിൽഡിങ്ങുകൾ നിലനിൽക്കുന്നതും ഈ ഒരു മക്കയിലാണ്. ഒന്ന് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ആ ഒരു കഅബ നിൽക്കുന്ന ആ ഒരു പള്ളിയാണ് ലോകത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പള്ളി അല്ലെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അബ്രജൽ ബൈത്ത് എന്ന് പറയുന്ന മറ്റൊരു ബിൽഡിംഗ് ആണ്. ഒരു ലോകത്തിലെ ഏറ്റവും ഹൈറ്റിലുള്ള ക്ലോക്ക് ടവർ ഒക്കെ ഉള്ള ആ ഒരു ബിൽഡിംഗ് ആണ് ലോകത്തിലെ 2ാമത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കഅബയെ കുറിച്ച് പറയാം. കഅബ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ആയിട്ടൊന്ന് പറയാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കഅബ. ഏകദേശം ഒരു സമചതുര രൂപത്തിലുള്ള ഒരു ബിൽഡിംഗ് പോലൊരു സംഭവം. ഭൂമിയിൽ ആദ്യമായിട്ട് ദൈവത്തിനെ ആരാധിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് പണിത ഒരു ഭവനം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണ് ഈ ഒരു കഅബ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ 10-11 തവണയായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ തവണ നടത്തിയത് മലക്കുകൾ അല്ലെങ്കിൽ മാലാകമാരാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ 2ാം തവണ ആദ്യ മനുഷ്യൻ എന്നൊക്കെ പറയില്ല, ആദം നബി ആണ് നടത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് കാലാനുസൃതമായിട്ട് ഓരോരോ ആളുകൾ അതിനെങ്ങനെ പുതുക്കി പണിയുണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കല്ലുകളുടെ കാര്യം, സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്ന 2 കല്ലുകൾ ഈ ഒരു കഅബയുടെ ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു മക്കയിലുണ്ട്. അപ്പോൾ അതിൽ 1ാമത്തെ കല്ല് എന്ന് പറയുന്നത് ഹജറുൽ അസ്വദ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഏകദേശം 8 കഷ്ണങ്ങളായിട്ടാണ് ഈ ഒരു ഹജറുൽ അസ്വദ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് വേറൊരു കല്ലിൽ പതിപ്പിച്ച രീതിയിൽ വേറൊരു വെള്ളി കൊണ്ടൊക്കെ ഒന്ന് ആവരണം
വിതരണം ചെയ്ത രീതിയിൽ ഇപ്പോൾ കഅബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് ഈ ഒരു കല്ല് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നൂഹ് എന്ന് പറയുന്ന പ്രവാചകന്റെ കാലത്ത് വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഈ ഒരു കഅബ മുഴുവനായിട്ടും തകർന്നടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹിസ്ലാം, അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്ലാം, ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു കഅബയെ വീണ്ടും നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കഅബയുടെ ഈ ഒരു തെക്ക് കിഴക്ക് മൂലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ജിബ്രീൽ എന്ന പേരുള്ള മലക്ക് അല്ലെങ്കിൽ മാലാക സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലാണ് ഈ ഒരു ഹജറുൽ അസ്വദ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കല്ല് പാലിനേക്കാൾ വെളുത്തതായിരുന്നെന്നും അതുപോലെ തന്നെ മനുഷ്യരുടെ പാപങ്ങളെല്ലാം സ്വീകരിച്ചിട്ടാണ് പിന്നീട് അത് ഭയങ്കരമായിട്ട് കറുത്തു പോയത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ കല്ലിന്റെ കാര്യം, മക്കാമു ഇബ്രാഹിം എന്നാണ് ഈ ഒരു കല്ലിന് പൊതുവെ പറയപ്പെടുന്നത്. കഅബയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു കൂട്ടിൽ ഈ ഒരു കല്ലും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കഅബ പണിയുന്ന സമയത്ത് ഹൈറ്റുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഹൈറ്റിലേക്ക് പോകും തോറും ഈ ഒരു കല്ലെടുത്ത് വെക്കാനുള്ളൊരു പ്രയാസം വന്നപ്പോൾ ഈ ഒരു കല്ലിൽ കയറി നിന്നു എന്നും അതേപോലെ തന്നെ ഈ ഒരു കല്ല് നബി ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ പൊന്തുകയും താവുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ കാൽപാദം ഈ ഒരു കല്ലിൽ ഇപ്പോഴും അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ടും പല വേദഗ്രന്ഥങ്ങളിലും പല രീതിയിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബൈബിളിലാണെങ്കിലും മറ്റുള്ള ഏതെങ്കിലും ഗ്രന്ഥം എടുത്ത് നോക്കുകയാണെങ്കിലും ഒക്കെ ഇതുപോലെ ഏകദേശം സാമ്യമുള്ള രീതിയിൽ ഇതേ പേരുകളോടൊക്കെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ രേഖപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കൊണ്ടിട്ടാവുന്ന പ്രതീക്ഷയോടെ